അതുകൊണ്ട് ഞാൻ എന്തിനു പ്രതീക്ഷിക്കണമെന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളങ്ങ് അവസാനിപ്പിക്കാം. ഒരു 13 തവളകൾ കാട്ടിലൂടെ നടന്നുപോയ സമയത്ത് ഇവർ വഴി തെറ്റി ഒരു കുഴിയിലേക്ക് വീണു. 13 പേരും കുഴിയിലേക്ക് വീണു. 13 പേരും ഈ കുഴിയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പം 2 തവളകൾ മുകളിൽ വന്നിരുന്നുകൊണ്ട് താഴേക്ക് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുഴിയിൽ നിന്നൊരിക്കലും കരകയറാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു തവള കയറാൻ ശ്രമിക്കുന്നു. താഴെയുള്ള തവളകൾ ഈ തവളകളെ വലിച്ച് താഴേക്കിടാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് തവളകൾ വിളിച്ചു പറഞ്ഞു, നിനക്കിതിന് കഴിയില്ല, കയറി വരാൻ പറ്റത്തില്ല, അപകടമാണ്, മറിഞ്ഞു വീഴും, പരിക്ക് പറ്റും, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഒരുപാട് ഉപദേശങ്ങൾ, ഒരുപാട് കാര്യങ്ങളെല്ലാം ഈ മുകളിൽ നിൽക്കുന്ന തവളകൾ താഴെ കിടക്കുന്ന തവളകൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ തവള പതുക്കെ മുകളിൽ കയറി വന്ന് 2 പേർക്കൊപ്പം നിന്നു. കാരണം ഈ തവളയ്ക്ക് ചെവി കേൾക്കത്തില്ലായിരുന്നു. ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേൾക്കാതെയാണ് ഞാൻ ഇന്നലെ വരെയും ജീവിച്ചത്. ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തിൽ കണ്ണു തുറന്ന് ഹൃദയം കൊണ്ട് കേട്ട് സഞ്ചരിച്ച ഒരാളാണ്. സ്കൂളിൽ ഫസ്റ്റ് മാർക്ക് മേടിച്ച് പാസ്സായപ്പോൾ സ്കൂളിൽ അഹങ്കാരിയായ കുട്ടി തന്നെയാണ് ഫസ്റ്റ് മാർക്ക് മേടിച്ച് പാസ്സായത്. പക്ഷേ എനിക്ക് പ്രതീക്ഷിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. ഞാൻ ഡിഗ്രി പൂർത്തിയാക്കാതെ എൻ്റെ പഠിത്തം അവസാനിപ്പിച്ച് എഴുതി എല്ലാ സർക്കാർ ജോലിയും എഴുതി കിട്ടിയതെല്ലാം വേണ്ടെന്ന് എഴുതി കൊടുത്തൊരു അമേരിക്കൻ കമ്പനിയിൽ 2010 84,000 രൂപ സാലറി കൊടുത്ത് കയറിയപ്പോഴും എൻ്റെ നാട്ടുകാർ വിചാരിച്ചു ഞാൻ എന്തെങ്കിലുമൊക്കെ ആകുമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ജോലിയും രാജിവെച്ച് ആരും പറയുന്നത് കേൾക്കാതെ എൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലെ പട്ടുമത്തെ കിടന്നുറങ്ങുന്നതിലും എനിക്ക് സന്തോഷം, എനിക്ക് എൻ്റെ നാട്ടിലെ അമ്പലത്തിലെ ആൽത്തറയിൽ കിടന്നുറങ്ങിയാലും ഒരേ സുഖത്തിലും സന്തോഷത്തിലും കിടന്നുറങ്ങുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു പ്രതീക്ഷകളും വെച്ച് മുന്നോട്ട് പോകുന്ന ആളല്ല. കർമ്മത്തിൽ വിശ്വസിക്കുന്നു, കർമ്മം ചെയ്യുന്നു, വരാനുള്ളത് വരും, കർമ്മണ്യവാധികാരസ്യ മാഫലേഷു കഥാചന എന്ന ഗീത ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അന്നു മുതൽ ഇന്ന് വരെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു തന്നെയാണ് മുന്നോട്ട് വന്നത്. ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് ഞാൻ വരുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ആകെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, പണ്ട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ എൻ്റെ ശബ്ദം ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഈ ആൾക്കൂട്ടത്തിൽ ആരും കേട്ടിരുന്നില്ല, അഖിലിൻ്റെ ശബ്ദം അന്നാരും കേട്ടിരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു സ്പേസിന് വേണ്ടി ഞാൻ ഒരുപാട് സമയത്ത് അലഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിൽ ഉൾപ്പെടെ വന്നിരുന്ന് എൻ്റെ ശബ്ദം കേരളത്തിലെ 3.5 കോടി ജനതയോട് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ വിജയിച്ചു എന്നുള്ളതാണ് സത്യം. ഞാൻ എഴുതുന്ന ഒരു ചെറിയ റൈറ്റപ്സ് പോലും കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലും പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ ശബ്ദം കേരളത്തിലുടനീളം എത്തുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ അതെൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കണ്ടു. അതുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഓൾറെഡി നേടിയൊരു നേട്ടം, ഏറ്റവും വലിയ നേട്ടം, ഇന്നും ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നത് കേരളത്തിൽ കേൾക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അത് ബിഗ് ബോസിനുള്ളിൽ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ ഞാനത് നേടിയെടുത്തു. പക്ഷേ ഒരു ചാനൽ ചർച്ചയിൽ വരുന്ന അഖിൽമാരാരോ ഒരു സിനിമ സംവിധാനം ചെയ്ത അഖിൽമാരാരെക്കാളും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഷോയാണ്. ഈ ഒരു റിയാലിറ്റി ഷോയെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് പ്രേക്ഷകരുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളുണ്ട്, കൊട്ടാരക്കരയിലെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരുണ്ട്, കോട്ടാത്തരയിലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട്. ഇവരൊക്കെ എന്നെ പല വിഷയങ്ങളും എതിർത്തിട്ടുള്ളൂ. പക്ഷേ ഈ ഷോയോടുള്ള ഇഷ്ടം അവർക്ക് അഖിലിനോടുള്ള ഇഷ്ടമായി മാറിയാൽ, അവർക്ക് ഞാൻ മൂലം അഭിമാനം നൽകാൻ കഴിഞ്ഞാൽ, എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്ത് അഭിമാനത്തോടുകൂടി അഖിലിൻ്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ, എൻ്റെ അധ്യാപകൻ അത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണെന്ന് പറയുമ്പോൾ, എൻ്റെ നാട്ടുകാർ അഭിമാനത്തോടുകൂടി, അല്ലെങ്കിൽ എൻ്റെ കൊല്ലം ജില്ലയിലുള്ളവർ അഭിമാനത്തോടുകൂടി അഖിലിനെ എനിക്കറിയാമെന്ന് പറയുന്ന, അത് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പറഞ്ഞേക്കാം. അവർക്കങ്ങനെ പറയാനുള്ള അവസരം ഇവിടുത്തെ എൻ്റെ ആക്ടിവിറ്റിയിലൂടെ അവർക്ക് ലഭിച്ചാൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സന്തോഷം അതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ അഭിമാനം അതാണ്. ഒരിക്കലും ഒരു ബിഗ് ബോസ് താരം അഖിൽമാരാർ എന്നറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വഴക്കാളിയായ അഖിൽമാരാർ, അഹങ്കാരിയായ അഖിൽമാരാർ, തെറി വിളിക്കുന്ന അഖിൽമാരാർ, ഇതെല്ലാം എൻ്റെ വ്യക്തിത്വത്തോട് ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു ഫിലിം ഡയറക്ടർ അഖിൽമാരാറെന്നോ ചാനൽ ചർച്ച ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഖിൽമാരാർ തന്നെയായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്നെ വിശ്വസിച്ച്, എന്നെ സ്നേഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ ഒന്ന് പോയി കാണാൻ കഴിഞ്ഞാൽ, അവർ സ്നേഹത്തോടെ വിളിച്ചിട്ട് ഇച്ചിരി പഴകഞ്ഞി, എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അതാണെന്ന് ഞാൻ മുമ്പ് പോലെ ഇൻ്റർവ്യൂസിന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അവരുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി പഴകഞ്ഞിയൊക്കെ കുടിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു സന്തോഷമായി കാണുന്നു. ഇതുവരെയും എൻ്റെ ലൈഫിൽ എൻ്റെ പേരിൽ ഒന്നുമില്ല, മരിക്കുന്നത് വരെയും ഒന്നും ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ശൂന്യമായ കരങ്ങളുമായി ജനിച്ച ആളാണ് ഞാൻ. ശൂന്യമായ കരങ്ങളുമായി മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഒരു സെന്റ് ഭൂമിയോ സ്വന്തമായിട്ട് എൻ്റെ പേരിലൊന്നുമില്ല. ഞാൻ മറ്റൊരാളുടെ കടക്കാരനായിട്ട് ഈ ഭൂമിയിൽ ഒരു വാടക വീട്ടിലേക്ക് വന്ന ആളാണെന്നുള്ള ചിന്തയിൽ തന്നെ ഇന്നും ജീവിച്ചു പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എനിക്ക് ധാരാളം സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്. അവരെനിക്കൊരു കാർ എടുത്തു തരും എന്നൊരു പ്രതീക്ഷ ഞാൻ പുലർത്തുന്നു. അവരുടെ പേരിലുള്ള ആ റേഞ്ച് റോവർ കാറിൽ എന്നെ വിശ്വസിക്കുന്നവരെയും എന്നെ സ്നേഹിക്കുന്നവരുടെ ഇടയിലേക്ക് ചെന്നിറങ്ങി അവരുമായി ഒന്ന് കറങ്ങി, ഒന്ന് അടിച്ചു പൊളിച്ച് പിന്നെ അടുത്ത പണിയുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലുപരി എനിക്കിവിടെ വന്ന് നല്ല കുറേ സുഹൃത്തുക്കളെ എനിക്ക് ലഭിച്ചു. അവരുടെയൊക്കെ വീടുകളിൽ പോകണം, ഇവരോടൊത്തുള്ള മൊമെന്റുകൾ എൻജോയ് ചെയ്യണം. നാളെയിൽ അഖിലേട്ട അതിനകത്ത് വെച്ച് വഴക്ക് പറഞ്ഞെങ്കിലും അഖിലേട്ട നിങ്ങളൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഖിൽ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോകും. അഖിലിന് മുന്നോട്ട് പോയി വിജയിക്കാൻ കഴിയുമെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നെങ്കിൽ
അഖിലിന് ആ വിശ്വാസം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ മുന്നോട്ട് പോകും. എന്തായാലും എല്ലാവർക്കും ആശംസകൾ. ഞാൻ ആദ്യം പറഞ്ഞ കഥ മറക്കാതിരിക്കുക. തലൈവൻ